എന്തുകൊണ്ടാണ് പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഉടലുറവ് ചെയ്യക്കൂടാതെ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. നമ്മള് തേയ്പിറ വളർപ്പിറ എന്ന ചന്ദ്രന്റെ ഗതിക്കനുസരിച്ചിട്ടുള്ള പിറകളെ പറ്റി പഠിച്ചപ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്ന പഞ്ചീകരണം പഠിച്ചു. അപ്പൊ ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്. അപ്പൊ ഈ വാവ് എന്ന് പറഞ്ഞ ദിവസമാണ് പൗർണമി, അമാവാസി എന്നിവ. ഈ പഞ്ചമിയും ദശമിയും വാവിനെയും പൂർണ്ണ എന്ന് പേര് വിളിക്കും. പൂർണ്ണമായിട്ടുള്ള പക്കമാണ്. പ്രഥമ, ഷഷ്ടി, ഏകാദശിയെ നന്ദ, ദ്വിതീയ, സപ്തമി, ദ്വാദശിയെ ഭദ്ര എന്നും, തൃതീയ, അഷ്ടമി, ത്രയോദശിയെ ജയ എന്നും, ചതുർത്ഥി, നവമി, ചതുർദശിയെ റിക്ത എന്നും പറയുന്നു. റിക്ത ഒരു കർമ്മങ്ങൾക്കും എടുക്കാറില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഷ്ടമിയുടെ രഹസ്യം വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ പോയി നോക്കുക. അപ്പൊ പൂർണ്ണ എന്ന പക്കമായ പഞ്ചമി, ദശമി, വെളുത്തവാവ്, കറുത്തവാവ് ദിവസങ്ങള് ഉടലുറവ് ചെയ്യക്കൂടാതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ദിവസം ചതുർത്ഥി, നവമി, ചതുർദശിയും അത് നോക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു കാരണവശാലും പൗർണമി, അമാവാസി ദിവസം ഉടലുറവ് ചെയ്യക്കൂടാതെന്ന് ജ്യോതിഷികളും ശരകല പഠിപ്പിക്കുന്നവരും പറയുന്നതിന്റെ കാരണം എന്ത്? നമുക്ക് ഒന്ന് കണ്ടു നോക്കാം വീഡിയോ വഴി. അപ്പോ നമ്മള് കലയേറി വരികയാണ്. കലയേറി വരുന്നു. വലത്തെ കാലിന്റെ പെരുവിരല് തുടങ്ങി ഇങ്ങനെ കലയേറി വന്ന് അവസാനം അത് ഉച്ചിയിലെത്തും. പിന്നീട് ഈ ഉച്ചിയിലെത്തുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇത് പ്രഥമ മുതല്, വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ഏറി വന്ന് ഇവിടെ ഉച്ചിയിലെത്തും എന്ന് പൗർണമിക്ക്. അവിടുന്ന് ഉച്ചിന്ന് ഇറങ്ങും. അവസാനം അത് ഇടത്തെ കാലിന്റെ പെരുവിരലിൽ എത്തും. അപ്പൊ ഇടത്തെ കാലിന്റെ പെരുവിരലെത്തുന്ന ദിവസമാണ് അമാവാസി. അപ്പൊ ഈ കല പൂർണ്ണകല എന്നിവിടെ പറയുന്നുണ്ടെങ്കിലും അമാവാസിക്ക് നമ്മൾ ശൂന്യകല എന്നാണ് ശരകലയിൽ പറയാറ്. ഇത് ശൂന്യകലയും ഇത് പൂർണ്ണകലയുമാണ്. ഇവിടെ ജീവൻ അഥവാ അമൃതം ഇരിക്കുന്നത്, ഒരുവന്റെ അമൃതം ഇരിക്കുന്നത്, അതായത് ലൈഫ് എനർജി, സെക്സ്വൽ എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇരിക്കുന്നത് ഓരോ ദിവസവും ഓരോ മർമ്മസ്ഥാനങ്ങളിലാണ്. അതിനെ പക്ഷമർമ്മങ്ങൾ എന്ന് പറയുന്ന 15 മർമ്മസ്ഥാനങ്ങളുണ്ട്. നക്ഷത്ര മർമ്മങ്ങള്, തിഥി മർമ്മങ്ങള് എന്നൊക്കെ പറയുന്ന മർമ്മസ്ഥാനങ്ങളും പഞ്ചപക്ഷി മർമ്മങ്ങള് എന്ന മർമ്മസ്ഥാനമൊക്കെ മർമാണികൾക്കറിയാം, ജ്യോത്സ്യന്മാർക്ക് അറിയണമെന്നില്ല. അപ്പൊ ഈ മർമ്മസ്ഥാനങ്ങളിൽ ആണ് കല ഓരോ ദിവസവും ഏറി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഏറി പോകുന്നത്. ഇവിടെ 12 ആയിട്ടുള്ള വർഗീകരണം അല്ല നടക്കുന്നത്, 15 ആയിട്ടുള്ള വർഗീകരണമാണ്. 12 ആയിട്ടുള്ളത് കലാങ്കാനി വരാംഗം ആനനമുരു, അതും ചന്ദ്രഗതിയെ വെച്ചിട്ട് ഉള്ളതല്ല, സൗരഗതിയെ വെച്ചിട്ട് ഉള്ളതാണ്. ഭാവഗതിയാണത്. അത് പടുവർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കല ഇങ്ങനെ ഏറിപ്പോയി അവസാനം ഉച്ചിയിലെത്തി പൗർണമി ദിവസം അവിടെ എത്തും. അപ്പൊ ഓരോ മർമ്മസ്ഥാനങ്ങളിലൂടെയും ഇത് ഏറി ഓരോ മർമ്മസ്ഥാനത്തിനെ ശക്തമാക്കിക്കൊണ്ടാണ് ഈ കല ഏറുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് ചന്ദ്രന്റെ ശക്തിയാകുന്ന അമൃതത്തെ ഓരോ മർമ്മസ്ഥാനങ്ങളും വലിച്ച് ശരീരത്തിലേക്ക് കയറ്റി ഓരോരോ ശരീരഭാഗത്തെയും അത് പുനർജീവിപ്പിച്ച് അവസാനം ഉച്ചിയിലെത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അത് ആത്മാവിരിക്കുന്ന ഉച്ചി എന്ന് പറയുന്ന ഇടത്തിൽ ആത്മാവിന് ആ അമൃതം നൽകാൻ വേണ്ടി ഓരോ സ്ഥാനത്തും പരിപോഷിപ്പിച്ച് വരുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന അമൃതവും പേറിയാണ് ഇവൾ ആവുന്ന സദാ കുണ്ടലിനിയാകുന്ന മൂലാധാര സരോരുഹവാസിനി ഭൈരവി നീ കുണ്ടലിനി എന്ന് പറയുന്ന അവള് ഇവിടെ എത്തുന്ന.
ഈ ദിവസം ഉടലുറവ് കൊണ്ടു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ എത്തിയ റെസിജ്വൽ എനർജി ഇവിടെ നിന്ന് ഇറങ്ങി സൂക്ഷ്മ നാഡിയായിട്ടുള്ള ശങ്കിനി നാഡി വഴി ഇതിൽ കൂടി വന്ന് പുറത്തേക്ക് പോയി നഷ്ടം വരും പൂർണ്ണമായിട്ടുള്ള. അപ്പൊ ഇതിനെ ഉത്തേജിപ്പിക്കേണ്ട ശക്തിയായിരുന്നു ആ നഷ്ടം വന്നത്. പിന്നീട് ഇവിടുന്ന് ഓരോ ദിവസവും ഇവിടുന്ന് അബ്സോർബ് ചെയ്യുന്നതും ബാക്കിയുള്ള ഓരോ മർമ്മസ്ഥാനങ്ങളിലൂടെയും കല ഇറങ്ങി വരുമ്പോൾ വീണ്ടും ശരീരത്തിന്റെ മറുപകുതിയെ പൂർണ്ണമാക്കിക്കൊണ്ട് ഇവള് വീണ്ടും വരും. അപ്പോഴും ഇവിടെ എത്തുമ്പോൾ ശൂന്യമാണെങ്കിലും ഇവിടെയും ശേഷിക്കും. അവിടെ നിന്ന് കൊണ്ടുവന്നതിന്റെ അളവ് ഇവിടെയും ശേഷിക്കും. കാലിന്റെ അവിടെയും മൊത്തം അളവ് ശേഷിക്കും, നെഗറ്റീവ്സും ശേഷിക്കും. ഇങ്ങോട്ട് കയറുമ്പോൾ അമൃതം വഹിച്ചുകൊണ്ടാണ് ഇവള് വന്നതെങ്കിൽ ഇവിടെ ഓരോ മർമ്മസ്ഥാനത്തെയും ഫില്ല് ചെയ്ത് ഓരോ ധാതു ഗ്രന്ഥികളെയും ഫില്ല് ചെയ്ത് വന്നിട്ട് ഇവള് വിഷവും ചുമന്നുകൊണ്ടും വരുന്നുണ്ട്, വിഷവും ചുമന്നുകൊണ്ട്. അപ്പോൾ ഈ അവസാനം വരുമ്പോൾ വിഷം നിറഞ്ഞിവിടെ ഇരിക്കുന്നുണ്ടാവും എന്നാ പറയുന്നത്. നെഗറ്റീവ്സും ഉണ്ടാവും, അമൃതം ഉണ്ടാവും, വിഷവും ഉണ്ടാവും. ഈ ദിവസം ഉടലുകൊണ്ട് ഈ വിഷമായിരിക്കും ഇതിലൂടെ വന്ന് ഈ നാഡി വഴി ഭേദിച്ച് ഇവിടേക്ക് വരുന്ന. അപ്പൊ അമാവാസ്യ ദിവസം ഉടലുറവ് കൊണ്ട് കഴിഞ്ഞാൽ അതിലൂടെ വിഷം പ്രയോഗിച്ച് നാശം ഉണ്ടാവാനും ഇവിടെയുള്ള അമൃതം പൂരണം ചെയ്യേണ്ട ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂരിപ്പിക്കേണ്ട ആ അമൃതം നഷ്ടമാവുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉടലുറവ് ചെയ്യக்கூടാതെ എന്ന് പറയും. എന്നാൽ പഞ്ചമി ദശമി ദിവസങ്ങളിൽ ഇത് ഇരിക്കേണ്ട സ്ഥലം പൂർണ്ണമായിട്ടുള്ള ഇടങ്ങളാണ്, അഥവാ മണ്ഡലങ്ങളിൽ ഇരിക്കും എന്ന് പറയും. 3 മണ്ഡലങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ശരകലയൊക്കെ പഠിച്ചാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അഗ്നിമണ്ഡലത്തിലിരിക്കുന്ന പഞ്ചമിയിലും ദശമിയിൽ ഇരിക്കുന്ന സൂര്യമണ്ഡലത്തിലും ചന്ദ്രമണ്ഡലത്തിലിരിക്കുന്നതാണ് ഈ പൗർണമി. അപ്പൊ ഈ 2 മണ്ഡലങ്ങളിലും പഞ്ചമിക്കിരിക്കുന്ന അഗ്നിമണ്ഡലവും ദശമി ഇരിക്കുന്ന അവിടെയെല്ലാം പൂർണ്ണമായിട്ട് അത് ശരീരത്തിൽ നാടിയിണയുന്ന സ്ഥലമാണ്. ജ്യോത്സ്യന്മാർക്ക് അറിയണമെന്നില്ല, മർമാണികൾക്കും സിദ്ധർകൾക്കും ശരകല പഠിപ്പിക്കുന്നവർക്കും ഡീപ്പായിട്ട് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കാണാണ്ട് പഠിച്ചു വെക്കുന്ന മാതിരി മറ്റേ പ്രശ്ന രീതിയിലൊക്കെ പറഞ്ഞ മാതിരി പൂർണാദി നാളുകളെന്ന് പറഞ്ഞിട്ട് പൂർണാദി പക്കം ഊഴ്നാളും എന്നും പറഞ്ഞ ഒരു പ്രമാണം ഉണ്ടല്ലോ. പൂർണാധിപക്കം 3 നാളും സാധകന്റെ അഭീഷ്ട നാളുകളും എന്ന ഒരു പാടല് പ്രശ്ന രീതിയിൽ ഉണ്ട്. അപ്പോ അതനുസരിച്ച് പാടല് ബൈഹാർട്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാന്നല്ലാണ്ട് ഈ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു കാരണവശാലും മറക്കൂല. അപ്പൊ പൂർണാധിപക്ക 3 നാളും സാധകാഭീഷ്ട നാളുകൾ ശുഭ യോഗാനി ഉള്ള യോഗങ്ങളുള്ള കാലങ്ങളെല്ലാം. അപ്പൊ ശുഭയോഗാനി കാലങ്ങൾ സർവ പ്രശ്നേന നല്ലത് എന്നും പറഞ്ഞിട്ട് പ്രശ്ന രീതിയിൽ പഴയ മലയാള ശ്ലോകങ്ങൾ എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പൂർണാദി പക്കം ഊൺനാള്, പൂർണാദി പക്കങ്ങളായിട്ടുള്ള ഇതും ഊൺനാളും ഒക്കെ നല്ല കാര്യങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് ഉണ്ട്. പൂർണാധിപക്കം 3 നാളും സാധകാഭീഷ്ട നാളുകൾ, സാധകൻ അഭീഷ്ടമായിട്ടുള്ള നാളുകളും ശുഭ കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം എന്താന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഈ നാളുകളിൽ അമൃതം ശരീരത്തിൽ ഉണ്ടാവും, അത്രയധികം മണ്ഡലങ്ങളിൽ ഉണ്ടാവും. ഒന്ന് അത് പൂർണ്ണമാണ്, ഇവിടെ പൂർണ്ണമായിട്ടുള്ള സ്ഥാനമാണിത്. ഈ 4 സ്ഥാനങ്ങളുമാണ് മനുഷ്യ ശരീരത്തിലെ പൂർണ്ണമായിട്ടുള്ള സ്ഥാനമായിട്ട് ശരകലയെ പഠിപ്പിക്കുന്നവരും മർമാണികളും പറയുന്നത്. അപ്പൊ പൂർണ്ണ ആയിട്ടുള്ള ഈ സ്ഥാനങ്ങളിൽ അമൃതം ഏറിയിരിക്കുമ്പോൾ, എനർജി ഏറിയിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവും. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ പക്കങ്ങൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പോകുന്നു. ഊൺനാളിനും പ്രത്യേകതയുണ്ട്. ഊൺനാളിന്റെ രഹസ്യമൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. അത് നന്നെ രോഹിണി മാനം ചതയം പുനർഭൂയും ഉത്തരത്തരയും ചോദ്യമായതും 16 നാൾ എന്ന് പറയുന്നത് അതിന്റെ ഓരോ നാളിനും ഓരോ പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ നന്നെ രോഹിണി മാനം ചതയും പുനർഭൂയവും ഉത്തരത്രയത്രിതം ചോദ്യം മൈത്രവും എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് ഉണ്ണാളാണ് അല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും. അതെന്തൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.